പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു, നമ്മൾ എവിടെ പിഞ്ചു? കോമഡി ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇന്ന് അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലാണ്. നമ്മള് ഒരുപാട് വീടുകൾ കണ്ടു. അങ്ങനെ കണ്ട് പോകുന്ന വഴിക്ക് ഇവിടെ എറണാകുളം വൈറ്റിലയിൽ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ നമ്മൾ കയറിയിരിക്കുക. ഇന്ന് ഈ സ്റ്റുഡിയോ ആണ് നമ്മൾ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പോകുന്നത് അല്ലേ? അതെ, കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ഫ്ലോറിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ സ്റ്റുഡിയോ ടൂർ. അതെ, ഇതൊരു വലിയ സ്റ്റുഡിയോ ഫ്ലോർ ആണെന്ന് പറയുന്നത് വെറുതെ അല്ല, ശരിക്കും വലിയൊരു സ്റ്റുഡിയോ ഫ്ലോർ ആണ്. നമ്മൾ വന്നപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. കാരണം 14K റെസൊല്യൂഷനുള്ള വലിയൊരു സ്ക്രീൻ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. എടപാടെ ചുറ്റുവട്ടവും മൊത്തം ടി വി ക്യാമറ എന്റെ പിള്ളേ. അപ്പം അങ്ങനെ ഒരു സ്റ്റുഡിയോ ടൂറാണ് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം മറ്റൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾക്ക് ഒരു ബെസ്റ്റ് ഹോം ടൂറർ അവാർഡ് കേരളത്തിലെ അല്ലേ അമൃത ടെലിവിഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരിശ്രമങ്ങളെ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഒരുപാട് വീടുകൾ കയറി തെണ്ടി നടന്നതിന് അല്ലേ കിട്ടിയ ഒരു സമ്മാനം. അമൃത TV പിടിച്ച അപ്പൊ തന്നെ ഒരു അവാർഡ് തന്നു. ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴും ആ വീട്ടിലെ അംഗങ്ങളെ പരിചയപ്പെടുന്ന ഒരു പതിവുണ്ട്. അപ്പം ഈ സ്റ്റുഡിയോയിലും ഉണ്ട് കാരണവരും അല്ലേ, കാരണവത്തി, മൂത്ത കാരണവത്തി, തലമൂത്ത കാരണവത്തി ശ്വേത ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ശ്വേത ചേച്ചി നമസ്കാരം. മൂത്ത കുട്ടി നോബിച്ചേട്ടൻ ഇരിപ്പുണ്ട്. വലിയ മാമൻ പിന്നെ ഡയാനയുണ്ട്. ഹായ്. കുട്ടിയാകലുണ്ട്. നമസ്കാരം. ശ്രീവിദ്യ. ഞാൻ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ മാസ്റ്റർ. വീടിന്റെ ഐശ്വര്യം പറയാൻ നിങ്ങൾ മറന്നുപോയി. അയ്യോ, പറയൂ, ഞാൻ വേണേ ഒന്നും കൂടെ പറയാം. സ്ലോ മോഷനിൽ വീട് പണിയൊക്കെ നടക്കുമ്പോ നമ്മുടെ കണ്ണ് കിട്ടാണ്ടിരിക്കാനായിട്ട് വെക്കുന്ന മോനെ സച്ചിനെ, ഭാര്യയുടെ പേര് പിഞ്ചാണ്. ഞാനൊരു പിഞ്ചങ്ങ് തരട്ടെ നൈസായിട്ട് കൊടുത്തോ. വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഭയങ്കര അടിപൊളി ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഫൺ. ഞങ്ങള് എന്താ പറയാ, നിങ്ങൾ ശരിക്കും ഇവിടെ വന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് തുറന്ന് ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു വീടിന്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഡയലോഗ് ഉണ്ടാക്കുക ചെയ്യുന്നത്. സൂപ്പർ സൂപ്പർ. പ്ലാൻ ഒന്നുമില്ലായിരുന്നു, നമുക്ക് കണ്ടപ്പം ആത്മാർത്ഥമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഫുള്ള് സെറ്റും കാര്യങ്ങളൊക്കെ? ശരിക്കും ഞെട്ടിച്ചു. താങ്ക് യു. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. എനിവേസ് കൺഗ്രാറ്റുലേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും. അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ് നിങ്ങൾക്ക് ലഭിച്ചു. അതും ഏത് ഇതിലാണ്, ഏത് ടൈറ്റിലാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത്? ബെസ്റ്റ് ഹോം ടൂറർ പോപ്പുലർ. നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ ആർക്കാ ഞങ്ങൾ എടുത്തു തരാ? ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷമുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇത് തന്നിട്ടുള്ള നിങ്ങൾക്കും ജനങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. അല്ലേ മിഞ്ചു? കരയുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഈ നാട്ടിൽ എന്തോരം വീടുകൾ, അപ്പൊ എത്ര വീടുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും? 500-ലധികം വീടുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും എല്ലാരും വലിയ വലിയ വീടുകൾ, ചെറിയ വീടുകൾ, നല്ല വീടുകൾ വെക്കണം, എന്നാലും ഞങ്ങള് കഞ്ഞി പിടിച്ചു പോകും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കൊറേ ബിൽഡിങ്സ്, കൊറേ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഇന്ന വീട് കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ നിപ്പുണ്ട് എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വീടുണ്ടോ? അങ്ങനെ വീടുകൾ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു പോകും. കാരണം വീട്ടുകാരില്ലേ, ഒരു വീടിനെ വീടാക്കുന്നത് ആ വീട്ടിലെ വീട്ടുകാരാണ്. ശരിക്കും ഇതുവരെ നമ്മൾ പോയിടത്തെല്ലാം അടിപൊളി വീട്ടുകാരാണ് കേട്ടോ. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതെന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നു എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ വാസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വിശ്വസിക്കുന്നുണ്ട്. ഒരു വീടിന്റെ സ്ട്രക്ചറിൽ വാസ്തു വലിയ നല്ല പങ്കുണ്ട്. അപ്പൊ അതൊക്കെ വാസ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിൽ എനർജി, പ്രകാശവും കാറ്റുമാണ്. അത് കൃത്യമായിട്ട് വരാൻ വേണ്ടിയാണ് വാസ്തു ഫോളോ ചെയ്യുന്നത്. ഞാനൊരു കാര്യം വിട്ടെ, ഇവര് കാരണം എത്ര വീട്ടിൽ അടി നടക്കുന്നറിയോ നിങ്ങൾക്ക്? ഇവരൊരു വീട് കാണിക്കും, അതൊരു എത്രയോ ലക്ഷം പേര് കാണും. അവര് വീട് പണി തുടങ്ങുമ്പോ ഇതങ്ങ് വെക്കും. അടുത്ത ആഴ്ച ഇവര് പുതിയ വീട് ഇടും, അത് പുതിയ കൺസ്ട്രക്ഷൻ അല്ലേ. അപ്പൊ ആഗ്രഹമാകും. അങ്ങനെ ഒരാളാണ് ഞാനും. അത് നമ്മളോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട് പണിയുടെ സമയത്ത് നിങ്ങളുടെ വീഡിയോസ് നന്നായിട്ട് കാണുമായിരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പം ഏതെങ്കിലും നല്ല വീട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന പോലെ നോക്കോളൂ, എന്തെങ്കിലും പുതിയ ഐഡിയ വന്നാൽ അത് വെച്ചില്ലല്ലോ എന്ന് വിചാരിച്ച്. ആക്ച്വലി എന്റെ ഒരു ഫോൾഡർ ഉണ്ട്, ഹോം എന്ന് പറഞ്ഞിട്ട്. അതില് മിക്കത് നിങ്ങളുടെ വീഡിയോസ് ആണ് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഫീൽഡ് ആർക്കിടെക്ചർ ഫീൽഡ് ആണോ? രണ്ടുപേരെങ്കിലും ജേർണലിസം ആണെന്ന് തോന്നുന്നല്ലേ? പിന്നെ എങ്ങനെ ഈ വീട്ടിലേക്കുള്ള ഇത് വന്നത്? വെറൈറ്റികളായിട്ടുള്ള കാര്യങ്ങൾ ചാനലിൽ ചെയ്യാന്നുള്ളൊരു ആരംഭത്തിൽ തുടങ്ങിയതാണ്. 2-3 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഒന്ന് വെറൈറ്റി, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പൊ ആ 2 ക്രൈറ്റീരിയ വെച്ച് പോയപ്പോ
ഞങ്ങൾക്ക് 2-3 വെറൈറ്റി വീട് കിട്ടി. അപ്പത്തേക്കും വീട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് ഓടിക്കയറി വന്നു. അപ്പൊ മനസ്സിലായി, വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവരും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒരു വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അപ്പം അവര് നമ്മളോട്ട് വന്നപ്പം നമ്മൾ അത് തന്നെ ആ വഴി തന്നെ പിടിക്കാന്ന് പറഞ്ഞത് അങ്ങനെ പോയി എത്തിപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ എത്തി. അതെങ്ങനെയാന്നല്ലേ? അത് പ്രേക്ഷകർ എത്തിച്ചാണ്. അതായത് വൈകുന്നേരം അടിച്ച് ഫിറ്റ് ആവുന്നവര് ഇവര് ഒരുപോലെയാണ്. രണ്ടുപേരും വീട് തപ്പി നടക്കും. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മളിങ്ങനെ ആദ്യമൊക്കെ ഈ പറഞ്ഞ കറക്റ്റ് ആണ്. ആദ്യമൊക്കെ നമ്മൾ വീട് തപ്പി ഇങ്ങനെ പോകുമ്പോൾ സ്കൂട്ടറിൽ അല്ലെങ്കിൽ കാറിലൊക്കെ പോയിട്ട് ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്കെച്ച് ചെയ്യും. ഈ വീട് നമുക്ക് അടുത്ത് ഞാൻ എപ്പോഴും പറയും, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയും കള്ളന്മാരാണ്. അന്ന് ആ വീട്ടിലേറെ കള്ളം കയറി തീർന്നു.